നന്മകൾ മാത്രം സമൂഹത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു സവിശേഷ വ്യക്തിയായി ഒരു വിശ്വാസിക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് എന്നതാണ് ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാട്. അഥവാ ഒരു ബഹുമത സമൂഹത്തിൽ മറ്റു മതവിശ്വാസികളിൽ നിന്ന് ഒരു മുസ്ലിം വ്യത്യസ്തനായിരിക്കണം എന്നത് ഇസ്ലാമിന്റെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് തന്നെയാണ്. അതെങ്ങനെയാണ് അവൻ വ്യത്യസ്തനാവേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് വ്യത്യസ്തമായ ജീവിത രീതികൾ സ്വീകരിക്കാൻ കഴിയും. എന്നാൽ ഒരു മുസ്ലിം ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെ വ്യത്യസ്തനാകണം എന്നതിന് കൃത്യമായൊരു മാനദണ്ഡം അള്ളാഹു നൽകുന്നുണ്ട്. അത് അവന്റെ ജീവിതം നന്മകൾ കൊണ്ട് അലങ്കൃതമാകണം എന്നതാണ്. അവന്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുന്ന നന്മകളെ മറ്റുള്ളവർക്ക് അവന്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു ശൈലിയായിരിക്കണം അവന്റെ ജീവിതത്തിൽ ആസകലമുണ്ടാകേണ്ടത്. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രമല്ല. ഒരാൾ സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കുന്നു, പക്ഷെ അയാൾ വർത്തമാനം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. ഒരാള് മറ്റുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഇപ്പുറത്ത് തന്റെ അയൽവാസിക്ക് നിരന്തരമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന രൂപത്തിൽ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആവരുത് ഒരു വിശ്വാസി. മറിച്ച് അവന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരമുള്ളതായിരിക്കണം. ഉപദ്രവം അവനിൽ നിന്ന് ഒരു നിലക്കും ഉണ്ടായിക്കൂടാ എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരു ഈത്തപ്പന മരം പോലെയാണ് ഒരു വിശ്വാസി. ഈത്തപ്പനയുടെ എല്ലാ ഭാഗങ്ങളും മനുഷ്യർക്ക് ഉപകാരമുള്ളതാണ്. ഏതെങ്കിലും ഒന്ന്, അതിന്റെ കായ്, അതിന്റെ ഫലം, അത് ഉപകാരമില്ലാത്തത്, അതിന്റെ പട്ടകൾ, അതിന്റെ ഈർക്കിളുകൾ, അതിന്റെ മരത്തടി, അതിന്റെ വേരുകൾ എന്നു വേണ്ട അതിന്റെ മുഴുവൻ ഘടകങ്ങളും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുപോലെയാവണം ഒരു വിശ്വാസി. അവന്റെ ജീവിതത്തിൽ അവന്റെ ചിന്ത, അവന്റെ ആരോഗ്യം, അവന്റെ സമയം, അവന്റെ സമ്പത്ത്, അവന്റെ അറിവുകൾ, അവന്റെ സാന്നിധ്യം എല്ലാം മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന സന്തോഷമാകുന്ന രൂപത്തിലേക്ക് ഒരു മനുഷ്യനെ പരിണമിപ്പിക്കാൻ അവനിലെ വിശ്വാസം പ്രാപ്തമാകേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ അവൻ കേടുവരുന്ന സാഹചര്യം ഏതാണ്? ഇപ്പൊ ഞാൻ എൻ്റെ അയൽവാസികൾക്കൊക്കെ വേണ്ടപ്പെട്ടവനായി ജീവിച്ചു പോരുമ്പോ, എന്റെ നാട്ടിലെ മറ്റുള്ള മതസ്ഥർക്കും മറ്റു ജനവിഭാഗങ്ങൾക്കും ഉപകാരമുള്ളവനായി ഞാൻ അങ്ങനെ ജീവിച്ചു പോരുമ്പോ അതിനിടക്ക് എന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു. എന്താ കാരണം? പല വിധത്തിലുള്ള സാഹചര്യത്തിൽ അത് സംഭവിക്കാം. പലപ്പോഴും നമ്മൾ പറയുക, എന്നോട് അവൻ അങ്ങനെ പെരുമാറി, എന്നെ അവൻ വഞ്ചിച്ചു, ഞാൻ അവനോട് മാന്യമായി നിന്നതാണ്, പക്ഷെ അവൻ എന്നെ വഞ്ചിച്ചു. അതല്ലെങ്കിൽ അവൻ എന്നോട് മോശമായി പെരുമാറി, അവൻ എന്നോട് പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്ക് പ്രയോഗിച്ചു, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു, അതല്ലെങ്കിൽ എൻ്റെ അതിർത്തിയിൽ അവൻ വന്ന് കൈവച്ചു. ഇതൊക്കെ നമ്മൾ പറയും. എന്നിട്ടോ അതിന് പകരമായി ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു, ഞാൻ അവന് കൊടുക്കുന്ന സഹായങ്ങൾ നിർത്തിവെച്ചു, ഞാൻ അവനെ മോശമായി അവനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങോട്ട് ചെയ്ത തിന്മകൾക്ക് പകരമായി അങ്ങോട്ട് ഞാൻ തിന്മ ചെയ്തതാണ് എന്ന് പറഞ്ഞ് തിന്മകളെ ന്യായീകരിക്കുന്ന സ്വഭാവം ഒരു സമൂഹത്തിൽ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ്. പക്ഷെ മതപരമായി അതിന്റെ കാഴ്ചപ്പാട് എന്താണ്? നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. അപ്പൊ നമ്മളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ടെലിവിഷൻ ചാനലിലൊക്കെ വന്ന്, അതല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന് മുസ്ലിംകളെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ചില ആളുകൾ, പച്ചക്ക് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ മുസ്ലിങ്ങളെ കുറിച്ച് അവർക്കറിയാത്ത കാര്യങ്ങൾ വെറുതെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് സ്വാഭാവികമായും മുസ്ലിങ്ങൾ അങ്ങനെയാണ് എന്ന വിധത്തിലാണ്. മുസ്ലിങ്ങൾ ഇവര് പറയുന്നത് പോലെ മുസ്ലിങ്ങളുടെ മനസ്സിൽ ചില ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ, മുസ്ലിങ്ങൾ ക്രൂരന്മാരാണ് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ആളുകൾ, മുസ്ലിങ്ങളെ ഒരു പൊതുസമൂഹത്തിന് ശാപമാണ്, ഭാരമാണ് എന്ന് പറയുന്ന ആളുകൾ, അതിനോ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവത്തെ ഒരു തെളിവായി പറയും. ഒരു രാജ്യത്തെ, ഒരു അനുഭവത്തെ, ഒരു അട്ടിമറിയെ, ഒരു അധികാര കൈമാറ്റത്തെ അതിന് തെളിവായി പറയും. എന്നിട്ട് മുസ്ലിങ്ങൾ അങ്ങനെയാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത
അവരുടെ കൺമുന്നിൽ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മകൾ പോലും മറന്നു പോകുന്ന രൂപത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത്, സംഘടനാപരമായുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായുള്ള കാരണങ്ങൾ, അതിന്റെ പേരിൽ നമ്മളെ ആക്ഷേപിക്കുന്ന ആൾ മുസ്ലിംകളെ മാത്രമല്ല, പരസ്പരമുള്ള ആക്ഷേപങ്ങൾ, സംഘടനകൾ തമ്മിൽ പരസ്പരമുള്ള ആക്ഷേപങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പരമുള്ള കയ്യേറ്റങ്ങൾ, ചില പ്രദേശങ്ങൾ തമ്മിലുള്ള വഴക്കുകളും വക്കാണങ്ങളും, ഇതൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഒരു മുസ്ലിമിന്റെ സമീപനം എന്തായിരിക്കണം? നമ്മളെക്കുറിച്ച് വർഗീയത പറയുന്ന മനുഷ്യരോട്, അതല്ലെങ്കിൽ അങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഭാഗങ്ങളോട് നമ്മൾ എന്തു സമീപനം സ്വീകരിക്കണം? വ്യക്തിപരമായി നമ്മൾ ആക്ഷേപിക്കുന്നവർ, സാമുദായികമായി നമ്മൾ ആക്ഷേപിക്കുന്നവർ, സംഘടനാപരമായി നമ്മൾ ആക്ഷേപിക്കുന്നവർ, പാർട്ടി സംബന്ധമായി നമ്മൾ ആക്ഷേപിക്കുന്നവർ, ഇവരോടൊക്കെ ഒരു വിശ്വാസിയുടെ സമീപനം എന്താവണം? അത് കൃത്യമായി നമ്മൾ പഠിപ്പിക്കണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഒരു പൊതു തത്വമാണ്, ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു പൊതു നിയമമാണ്. അതെന്താ? വലാ തസ്തവിൽ ഹസനത്തു വലസ്സയ്യിഅ. ഒരിക്കലും തിന്മയും നന്മയും അത് സമമാവുകയില്ല. ഒരു വിശ്വാസിയുടെ കാര്യത്തിൽ അവൻ ഇങ്ങോട്ട് എന്തു തിന്മ ചെയ്താലും തിരിച്ചതിനൊരു തിന്മ ചെയ്തുകൊണ്ട് ഞാൻ ആ തിന്മ ചെയ്യാൻ കാരണം ഇതാണ് എന്ന് പറയുന്നത് മതപരമായി ന്യായീകരിക്കത്തക്കതായ ഒരു വിഷയമല്ല. ഒരിക്കലും നന്മയും തിന്മയും സമമല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തിന്മ ഉണ്ടായിക്കൂടാ, നന്മയെ ഉണ്ടാകാവൂ. അതിന് പകരമായി അവനൊരു തിന്മ ചെയ്യുന്നത് അത് ഏതു സാഹചര്യമാണെങ്കിലും അതൊരു വിശ്വാസിക്ക് ഗുണകരമല്ല. പിന്നെയോ ഇങ്ങോട്ട് തിന്മ ചെയ്യുന്നവരോട് എന്താണ് അവൻ പ്രതികരിക്കേണ്ടത്? ഇങ്ങോട്ട് തിന്മ ചെയ്യുന്ന, ഇങ്ങോട്ട് മോശമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനോട്, ഒരു പാർട്ടിയോട്, ഒരു സംഘത്തോട്, ഒരു പ്രദേശത്തോട്, ഒരു വിഭാഗം ആളുകളോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏറ്റവും നല്ല പെരുമാറ്റം കൊണ്ട്, ഏറ്റവും നല്ല വാക്കുകൾ കൊണ്ട്, ഏറ്റവും നല്ല സംസ്കാരം കൊണ്ട് അവനെ പ്രതിരോധിക്കാൻ കഴിയണമെന്നാണ്. ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നവനെ മറിച്ച് ചീത്ത വിളിക്കലല്ല, ഇങ്ങോട്ട് ആക്ഷേപിക്കുന്നവനോട് തിരിച്ചങ്ങോട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കലല്ല, ഇങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നവരോട് തിരിച്ചവരെ കുറ്റപ്പെടുത്തുകയല്ല. പിന്നെയോ ഏറ്റവും നല്ലതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കൂ, പ്രവാചകന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകനെ വ്യക്തിപരമായി ആക്രമിച്ച ആളുകൾ, പ്രവാചകനെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ആളുകൾ, പ്രവാചകന്റെ ജീവിതം അപായപ്പെടുത്താൻ മാത്രം അപകടകരമായ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ. പ്രവാചകന്റെ മറുപടി എന്താണ്? പ്രവാചകൻ അവരോട് പെരുമാറിയത് ഏറ്റവും വലിയ നന്മയുടെ മകുടോദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ ശരീരത്തിലേക്ക് നിരന്തരമായി വൃത്തികേടുകൾ വലിച്ചെറിഞ്ഞിരുന്ന ഒരു സഹോദരി, ഒരു ദിവസം പ്രവാചകൻ കടന്നു പോകുമ്പോ തന്റെ പൂമേനിയിലേക്ക് ആ അഴുക്കുകൾ വന്ന് വീഴാതിരിക്കുമ്പോ പ്രവാചകൻ അന്വേഷിക്കുന്നു, ഇവരെവിടെ പോയി, എന്തു സംഭവിച്ചു? അവർ രോഗിണിയായി രോഗശയ്യയിൽ കിടക്കുകയാണ് എന്നറിയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് അനുവാദം ചോദിച്ച് അവിടെ അടുത്തുപോയി നിൽക്കുകയാണ്, രോഗവിവരങ്ങളെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഏറ്റവും നല്ല പെരുമാറ്റമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രതിരോധത്തിന്റെ മാർഗമായി അവിടെ സ്വീകരിച്ചത്. അവരെ വേണമെങ്കിൽ പോയി കുത്തി നോവിച്ച് സംസാരിക്കാമായിരുന്നു, അവരെ കുറ്റപ്പെടുത്താമായിരുന്നു, അവരെ ശപിക്കാമായിരുന്നു, അവരെ കുറിച്ച് അവർക്ക് വേദന തോന്നുന്ന രൂപത്തിൽ അവരോട് പെരുമാറാമായിരുന്നു. പ്രവാചകൻ അവരെ ശ്രദ്ധിക്കാതെ കടന്നു പോകാമായിരുന്നു. പക്ഷേ അതൊന്നും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ആ സഹോദരിയോട് രോഗവിവരങ്ങൾ ചോദിച്ച് അവരെ ആശ്വസിപ്പിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മശ്ഫി അൻത ഷാഫി, അള്ളാഹുവേ നീ ഈ സഹോദരിക്ക് രോഗശമനം നൽകണമേ. ആരാണിവർ? തന്നെ നിരന്തരമായി ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന, തന്നെ നിരന്തരമായി കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ സഹോദരിക്ക് അല്ലാഹുവേ നീ രോഗശമനം നൽകണമേ എന്ന് പറയുമ്പോഴുള്ള ഹൃദയവിശാലതയുടെ ഉദാഹരണം. അതാണ് ഒരു വിശ്വാസിയിൽ ഈമാൻ ഉണ്ടാക്കേണ്ട പരിവർത്തനം. നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പ്രവാചകന്റെ മുന്നിലാണ് ഒരു അഗ്രാബി കടന്നു വന്ന് പള്ളിക്കകത്ത് അപമര്യാദയായി ആ പള്ളിക്കകത്ത് മൂത്രമൊഴിക്കുന്നത്.
ആരാധനയ്ക്ക് വേണ്ടി മാത്രം കെട്ടിത്തിരിച്ചു വെച്ച പള്ളിക്കകത്ത് വന്ന് മൂത്രമൊഴിക്കുമ്പോ അത് കാണുന്ന ഒരു വിശ്വാസിക്ക് വല്ലാതെ നോവുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ അഗ്റാബിയെ പിടിച്ച് അടിക്കാനും കൈകാര്യം ചെയ്യാനും വിശ്വാസികൾ മുന്നോട്ട് വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഷാകുലനായി അവരെ തടുക്കുകയാണ്. അരുത്, ആ മനുഷ്യൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അതുകൊണ്ട് വെള്ളം കൊണ്ടുവന്ന് അവിടെ ഒഴിച്ച് ആ മൂത്രമൊഴിച്ചത് വൃത്തിയാക്കണമെന്ന് തന്റെ അനുചരന്മാരോട് പറയുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിന് കൃത്യമായ ഒരു ഉദാഹരണമായി ആ സംഭവത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർ ആരാധിക്കുന്ന ദൈവങ്ങളെ നിങ്ങൾ ആക്ഷേപിക്കരുത്. അവരുടെ മനസ്സിന് വേദന തോന്നുന്ന രൂപത്തിൽ, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ അവർ ആരാധിക്കുന്ന ദൈവങ്ങളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. ഇങ്ങോട്ട് അവർക്ക് എന്തും പറയാം. നമ്മൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ കുറിച്ച്, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന ജഗന്നിയന്താവായ തമ്പുരാനെ കുറിച്ച് അവർക്ക് എന്തും പറയാം. പക്ഷെ നമ്മൾ അവരുടെ ദൈവങ്ങളെ നമ്മൾ അനാദരിക്കരുത്, മോശമായി നമ്മൾ ചിത്രീകരിക്കരുത്, മോശമായി അവയെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തരുത്. വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ നൽകുന്ന കൃത്യമായ ശാസനയാണ്. മറ്റുള്ളവന്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കരുത്. പ്രവാചകൻ പറഞ്ഞു, പാപങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ള പാപം സ്വന്തം മാതാപിതാക്കളെ ആക്ഷേപിക്കലാണ്, അധിക്ഷേപിക്കലാണ്. സഹാബത്തിന്റെ ചോദ്യം, അള്ളാഹുവിന്റെ റസൂലെ, സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ ആരെങ്കിലും ആക്ഷേപിക്കുമോ, അധിക്ഷേപിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ വഴക്കിടുമ്പോ മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ട് അവന്റെ പിതാവിനെ നിങ്ങൾ ആക്ഷേപിച്ചു പറയും. അപ്പോ അവൻ സ്വാഭാവികമായും നിങ്ങളുടെ പിതാവിനെ ആക്ഷേപിക്കും. അപ്പോ നിങ്ങൾ അവന്റെ മാതാവിനെ ആക്ഷേപിക്കും. അപ്പോൾ അവൻ നിങ്ങളുടെ മാതാവിനെ ആക്ഷേപിക്കും. ഇത് നിങ്ങൾ നിങ്ങളുടെ പിതാവിനെയും മാതാവിനെയും ആക്ഷേപിച്ചതിന് സമമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് വലിയ പാപമാണ്. മറ്റുള്ളവന്റെ മാതാപിതാക്കളെ ആക്ഷേപിക്കരുത് എന്ന് പറയുന്ന പ്രവാചകൻ, മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധനാ മൂർത്തികളെ ആക്ഷേപിക്കരുത് എന്ന് പറയുന്ന പ്രവാചകൻ, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് പോലും മാന്യമായി പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ. നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മളേറെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ സന്ദേശമാണിത്. വ്യക്തിപരമായോ കുടുംബപരമായോ സാമൂഹ്യമായോ മതപരമായോ നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരോട് അതേ ഭാഷയിൽ തിരിച്ചടിക്കാൻ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കുമായിരിക്കും. പക്ഷെ അത് ഒരു പരിഹാരമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഏറ്റവും നല്ലതുകൊണ്ട് നിങ്ങൾ പ്രതിരോധിക്കണം. ഇങ്ങോട്ട് മോശമായി സംസാരിക്കട്ടെ, ഇങ്ങോട്ട് ആക്ഷേപിച്ച് പറയട്ടെ, ഇങ്ങോട്ട് ഇല്ലാത്ത പൊളിവചനങ്ങൾ പറഞ്ഞ് നമ്മളെ നിരായുധരാക്കാൻ അവർ ശ്രമിക്കട്ടെ എതിരാളികൾ. പക്ഷെ അവരോട് അത്തരത്തിലുള്ള സമാനമായ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പ്രതികരണമോ ഉണ്ടാകരുത്. മറിച്ച് ഏറ്റവും നല്ലതുകൊണ്ട് പ്രതികരിക്കുക. ഇത് സാധ്യമാവാൻ നമുക്ക് വിശ്വാസത്തിന്റെ മാധുര്യം അറിയണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വൈകാരികമായ ഒരു തള്ളിച്ചയാകരുത്. വിവേകപൂർവമായ, എന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ചെയ്യരുത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. വംശീയമായി അധിക്ഷേപിക്കുന്ന ആളുകൾ, വർഗീയമായ പരാമർശങ്ങൾ പറഞ്ഞ് വിശ്വാസികളെ ഒന്നടങ്കം തള്ളിപ്പറയാനും മോശക്കാരാക്കാനും ശ്രമിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ പെരുമാറേണ്ടത് നന്മകൾ ധാരാളമായി ചെയ്തുകൊണ്ടാണ്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളുണ്ട്. ഏറ്റവും അധികം നമ്മുടെ സമൂഹത്തിന് ഉപയുക്തമായ ഒരു സമൂഹം, ഒരു മതവിഭാഗം ഉണ്ടെങ്കിൽ അത് മുസ്ലിംകളാണ് എന്നെല്ലാവരും ഏറ്റുപറയുന്ന ഒരു കാലമാണിത്. അത്രയേറെ ഈ സമൂഹത്തിന് ചേർത്തു പിടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വയനാടൻ മലനിരകളിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം ആരാ ചേർത്ത് പിടിക്കുന്നത്? ഈ സമൂഹത്തിലെ മതവിശ്വാസികൾ, പ്രത്യേകമായി മുസ്ലിം മതവിശ്വാസികൾ ചെയ്യുന്ന വളരെ വലിയ പ്രവർത്തനങ്ങളുണ്ട്. അതിന് കാരണം ഇത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല,
ഇതെന്റെ ബാധ്യതയാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോ, ഇതുപോലെ പള്ളി മിമ്പറുകളിൽ വെച്ച്, അതുപോലെ മതപരമായ പ്രഭാഷണ വേദികളിൽ വെച്ച്, മതപരമായ ചർച്ചകളിൽ നമ്മൾ പറയുന്നത് നമ്മൾ സഹായിക്കണമെന്നാണ്. അവിടെ കരയുന്ന, കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരു സഹോദരനുണ്ടെങ്കിൽ അവർക്ക് സഹായം നൽകാതെ നമ്മൾ അന്തിയുറങ്ങിയാൽ നമ്മുടെ വിശ്വാസത്തെ അത് ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അതൊരു നന്മയാണ്. ആരൊക്കെ ആക്ഷേപിക്കട്ടെ, നമ്മൾ ഇന്നും അടുത്ത ദിവസം ഇവിടെ നിന്ന്, നമ്മുടെ ഈ പ്രദേശത്തു നിന്ന് ഒട്ടനവധി സഹായങ്ങളുമായി നമ്മുടെ പ്രവർത്തകർ മലകയറാനിരിക്കുകയാണ്. ഒരു ഘട്ടം കൊണ്ടുപോയി കൊടുത്തു പാവപ്പെട്ട മനുഷ്യർ. ഇന്നലെയും ആ പ്രദേശം സന്ദർശിക്കാൻ ഒരവസരം ലഭിച്ചു. നൂറുകണക്കിന് സഹോദരങ്ങളാണ് ഹൃദയം തകർന്ന് മനോവ്യഥയോടുകൂടെ കഴിഞ്ഞുകൂടുന്നത്. 27 ചെറുപ്പക്കാരെ ഇന്നലെ ഞങ്ങൾ ഒരു സങ്കേതത്തിൽ താമസിക്കുന്നവരെ കണ്ടുമുട്ടി. കുടുംബത്തിൽ അകൽച്ചയുള്ള കുടുംബ ബന്ധങ്ങളിൽ പോലും ഒരാൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ ഒറ്റയാന്മാരായി മാറിയ, പിതാക്കൾ നഷ്ടപ്പെട്ട, മാതാക്കൾ നഷ്ടപ്പെട്ട, സഹോദരിമാർ നഷ്ടപ്പെട്ട, സഹോദരന്മാർ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട 27 വ്യക്തികളെ നേർക്കുനേരെ കാണാൻ അവസരമുണ്ടായി. അവർക്ക് കരയാൻ കണ്ണുനീരില്ല, പറയാൻ വാക്കുകളില്ല. അവർ മെനഞ്ഞെടുത്ത അവരുടെ സ്വപ്നങ്ങളൊക്കെ വാടിക്കരിഞ്ഞു പോയതിന്റെ നിരാശ അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. നമ്മുടെ സംഘടന നേതൃത്വം കൊടുത്ത് വലിയ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ കാര്യങ്ങളിൽ നമ്മളൊക്കെ പങ്കാളികളായതാണ്. ഇപ്പൊ വീണ്ടും നമ്മൾ ഈ പ്രദേശത്തു നിന്ന് അവിടെ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് താമസം മാറ്റുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമായി നമ്മൾ ഇനിയും വീട്ടുപകരണങ്ങളുമായി നാളെ പുറപ്പെടാനിരിക്കുകയാണ്. ഞാൻ സാന്ദർഭികമായി പറയുന്നു, ആർക്കെങ്കിലും അതിൽ പങ്കാളികളാവാൻ താല്പര്യമുണ്ടെങ്കിൽ അവസരമുണ്ട്. കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെടണം. വീട്ടുപകരണങ്ങൾ, അവർക്ക് കിടക്കാൻ ആവശ്യമായ ശയ്യോപകരണങ്ങൾ, അവർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യമായ പാത്രങ്ങൾ, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ഒട്ടനവധി അടിസ്ഥാന ആവശ്യങ്ങളുണ്ട്. കൊടുക്കേണ്ടത് നമ്മളാണ്, നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു നമുക്കൊരു പരീക്ഷണമായി ആ സഹോദരങ്ങളുടെ കണ്ണുനീർ നമ്മുടെ മുന്നിലേക്ക് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുയരുന്ന ആർത്തനാദങ്ങൾ നമുക്കുള്ള പരീക്ഷണമാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ താമസിക്കുന്ന പ്രദേശം എന്തുമാത്രം അപകടകരമാണ്. ആ പറയുന്ന പ്രദേശങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമുക്കറിയാം അത് സുന്ദരമായൊരു പ്രദേശമാണ്. നമ്മുടെ ഈ വഴിക്കടവ് പോലെ, അതല്ലെങ്കിൽ പോത്തുകല്ല് പോലെ, ഈ നിലമ്പൂരിന്റെ മലമടക്കുകൾ പോലെ അത്രയൊന്നും അപകടകരമായ സ്ഥലത്തല്ല ആ ദുരന്തം സംഭവിച്ചത്. ഏകദേശം 300ഓളം മനുഷ്യ ജീവനുകൾ, എത്രയോ വീടുകൾ, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും സമ്പാദ്യങ്ങളും സ്വപ്നങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോകാൻ വേണ്ടത് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. ഒരു ശബ്ദം കേട്ടു എന്നാണ് പലരും പറയുന്നത്. അതിനപ്പുറമുള്ള ഒന്നും അവർക്കറിയില്ല. പിന്നെ അവർ ഉണരുന്നത് വലിയ ഒരു ദുരന്തത്തിന്റെ പകലിലേക്കാണ്. സ്വന്തം കൂടെ നിന്ന ഉപ്പ നഷ്ടപ്പെട്ട, ഉമ്മ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട, ജീവിത പങ്കാളികൾ നഷ്ടപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഹതഭാഗ്യരായി മാറുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന സാഹചര്യം അത്രയൊന്നും സുരക്ഷിതമല്ല, നമുക്കറിയാം. അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്. അഫ അമിന അഹ്ലുൽ ഖുറ. 2 ചോദ്യമാണ്. മനുഷ്യരെങ്ങനെയാണ് നിർഭയരായി കഴിഞ്ഞുകൂടുക? രാത്രിയുടെ സുന്ദരമായ സന്ദർഭങ്ങളിൽ കളിച്ചുല്ലസിച്ചാനന്ദിച്ചുകൊണ്ട് അവർ രാത്രി കിടന്നുറങ്ങുമ്പോ എങ്ങനെയാണ് അവർക്കാരാണ് നിർഭയത്വം കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ വിധി അവരെ വന്ന് പിടികൂടുകയില്ല എന്ന്. രണ്ടാമത്തെ ചോദ്യമുണ്ട്. ഇതേ വാക്കാവർത്തിച്ചുകൊണ്ട് ഈ ആളുകൾ എങ്ങനെയാണ് നിർഭയത്തോടെ കഴിഞ്ഞുകൂടുന്നത്? പകലുകളിൽ ആർത്തുല്ലസിച്ച് ആഹ്ലാദിച്ചുകൊണ്ട് അവരെങ്ങനെയാണ് പകൽ സമയത്ത് അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നത്? ആ ചോദ്യം നമുക്കുള്ളതാണ്. നമ്മൾ അള്ളാഹുവിനെ എങ്ങനെ മറക്കും? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള കടപ്പാട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ സഹജീവികളെ സഹായിച്ചുകൊണ്ടാണ്. ആ സഹായം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പ്രേരണയാണ്. അതേതെങ്കിലും ഒരു വർഗീയവാദി പറഞ്ഞാൽ നമുക്ക് നിർത്താനുള്ളതല്ല. ഏതെങ്കിലും ഒരു എതിരാളി നമ്മുടെ മുന്നിൽ വന്ന് നമ്മെ ആക്ഷേപിച്ചാൽ നമ്മൾ നിർത്താനുള്ളതല്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇസ്ലാമിനെ ഏറ്റവും എതിർത്ത ഒരു ശത്രുവായ മനുഷ്യനുണ്ട്. രണാങ്കണത്തിൽ ഇസ്ലാമിന് നേരെ, മുസ്ലിങ്ങൾക്ക് നേരെ അതിശക്തമായ പടയോട്ടം നയിച്ച് എത്രയോ വിശ്വാസികളെ കൊന്നൊടുക്കിയ ഒരു മനുഷ്യനാണ്.
പക്ഷെ ആ മനുഷ്യൻ പറയാണ്, അള്ളാന്റെ റസൂല് എനിക്ക് ദാനധർമ്മങ്ങൾ തന്ന് എന്റെ മനസ്സിനെ മാറ്റിയെന്നാണ്. ആ മനുഷ്യന് ചിന്തിക്കാനുള്ള അവസരമുണ്ടായത് അള്ളാഹുവിന്റെ റസൂല് ആ മനുഷ്യന് ജീവിതോപാധികൾ കൊടുത്തപ്പോ, അവന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവനോട് പ്രതികരിച്ചപ്പോ, അവനൊരു മനുഷ്യനാണ്. അവന്റെ വിശപ്പ്, അവന്റെ വേദനകൾ, അവന്റെ കണ്ണുനീര്, അവന്റെ പ്രയാസങ്ങൾ അതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് മതം നോക്കാനുള്ളതല്ല. മുസ്ലിമിന്റെ വിശപ്പല്ല, മുസ്ലിമിന്റെ വേദനയല്ല, മുസ്ലിമിന്റെ കണ്ണുനീരല്ല, മുസ്ലിമിന്റെ സങ്കടമല്ല നമ്മൾ തീർക്കേണ്ടത്. പിന്നെയോ മനുഷ്യന്റെ വേദനയാണ്, മനുഷ്യന്റെ വിശപ്പാണ്, അവന്റെ സങ്കടമാണ്. ഇതാ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഉരുൾപൊട്ടലുണ്ടാകുമ്പോ അവിടെ നമ്മൾ ആദ്യമായി കടന്നു ചെല്ലുന്നു. മലവെള്ളപ്പാച്ചിലുണ്ടാകുമ്പോ അവിടെ സഹായഹസ്തവുമായി നമ്മൾ ആദ്യം എത്തുന്നു. വരൾച്ച ഉണ്ടാകുമ്പോ വെള്ളത്തിന്റെ സാന്നിധ്യമായി നമ്മൾ അവിടെ കടന്നു ചെല്ലുന്നു. ഇത് നമ്മുടെ മനസ്സിൽ ഇസ്ലാം ഉണ്ടാക്കുന്ന പരിവർത്തനമാണ്. അതെന്റെ ബാധ്യതയാണ്. അവിടുത്തെ അവന്റെ മതം തിരയേണ്ട ആവശ്യമില്ല, അവന്റെ ജാതി തിരയേണ്ട ആവശ്യമില്ല, അവന്റെ വിഭാഗം ഏത് എന്ന് പരിഗണിക്കേണ്ടതില്ല. പിന്നെയോ ഞാൻ അവിടെ പ്രവർത്തിച്ചിരിക്കണം. ഇതാണ് ഒരു വിശ്വാസി ഒരു സമൂഹത്തിൽ വ്യതിരിക്തമായ ഒരു വ്യക്തിത്വമായി മാറാൻ അടിസ്ഥാനപരമായി വേണ്ടത്. അവൻ നന്മയുടെ പ്രതീകമായിരിക്കണം. അവൻ തിന്മ ചെയ്യാൻ പാടില്ല, അവൻ തിന്മയുടെ വാക്കു പറയാൻ പാടില്ല, അവൻ തിന്മയുടെ സമീപനം സ്വീകരിക്കാൻ പാടില്ല, അവൻ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും ഒരടയാളവും സ്വീകരിക്കാൻ പാടില്ല. കാരണം അതൊക്കെ അവനെ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യങ്ങളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വർഗീയതയ്ക്കു വേണ്ടി വാളെടുത്തവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്കു വേണ്ടി ശണ്ട കൂടിയവൻ എന്നിൽപ്പെട്ടവനല്ല, വർഗീയതയ്ക്കു വേണ്ടി വാദിക്കുന്നവൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവൻ അവൻ മുസ്ലിമല്ല. നമ്മൾ വിചാരിക്കും മുസ്ലിം എന്ന് പറഞ്ഞ് ആ ഇസ്ലാമിന് വേണ്ടി വർഗീയതയുടെ അടയാളങ്ങൾ എടുത്തണിയുന്നത്, അങ്ങനെ സംസാരിക്കുന്നത്, അങ്ങനെ വാക്വാദത്തിൽ ഏർപ്പെടുന്നത്, അങ്ങനെ പ്രതിരോധം തീർക്കുന്നത് അതൊരു നന്മയാണെന്ന് വിചാരിക്കും. ഒരിക്കലുമല്ല. പ്രവാചകൻ പറഞ്ഞത് വർഗീയതയുടെ ഒരടയാളവും ഒരു വിശ്വാസിയിൽ പാടില്ല എന്നാണ്. അതാ ഇസ്ലാമിന്റെ പ്രത്യേകത. മറ്റുള്ളവരോട് പെരുമാറുന്നിടത്ത് മതമോ ജാതിയോ ഒന്നും പരിഗണിക്കേണ്ടതില്ല, അവർ മനുഷ്യരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുമ്പോ അതുവഴി ഒരു ജനാസ കടന്നു പോവുകയാണ്. പ്രവാചകന്റെ കൂടെ സഹാബത്തുണ്ട്. പ്രവാചകൻ ആ ജനാസ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. സഹാബത്തിന്റെ ചോദ്യം, പ്രവാചകരെ ആരുടെ മയ്യത്താണ് കടന്നു പോകുന്നതെന്ന് അറിയുമോ? ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന, ഇസ്ലാമിന്റെ വഴികളിൽ പ്രയാസം സൃഷ്ടിക്കുന്ന, ഇസ്ലാമിന് ഇന്നുവരെ ഒരു സഹായവും ചെയ്യാത്ത 1-ാം നമ്പർ ശത്രുവായ ജൂതന്റെ മയ്യത്താണ് കടന്നു പോകുന്നത്. എന്തിനാണ് പ്രവാചകരെ താങ്കൾ ആദരിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത്? പ്രവാചകന്റെ ചോദ്യമുണ്ട്. തിരിച്ചൊരു ചോദ്യമാണ് പ്രവാചകന്റെ മറുപടി. അയാൾ മനുഷ്യനല്ലേ എന്ന ചോദ്യമാണ്. ഒരു മനുഷ്യനാണ്. ജൂതനോ ക്രൈസ്തവനോ മുസൽമാനോ ഹിന്ദുവോ എന്ന് വേർതിരിക്കും മുൻപ് അടിസ്ഥാനപരമായി ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മരണം നമ്മൾ ആദരിക്കേണ്ടതാണ്. ആ മനുഷ്യന്റെ വേദന നമ്മൾ പരിഗണിക്കേണ്ടതാണ്. ആ മനുഷ്യന്റെ ആവശ്യങ്ങൾ നമ്മൾ നിവർത്തിച്ചു കൊടുക്കേണ്ടതാണ്. അതിന്റെ മതം പരതാൻ, അത് തെരയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇസ്ലാം ഒരാളെയും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് തിന്മകൾ ചെയ്യുന്നവൻ, ഇങ്ങോട്ട് മോശമായി സംസാരിക്കുന്നവൻ, ഇങ്ങോട്ട് വർഗീയതയുടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവൻ, അവനോട് തിരിച്ചു വർഗീയത പറയാനല്ല, അവനോട് മോശമായി പെരുമാറാനല്ല, പിന്നെയോ അവനോട് മാന്യമായി പെരുമാറാൻ. മാന്യത മാത്രമല്ല, ഏറ്റവും നല്ലത്. ഹസൻ എന്ന് പറഞ്ഞാൽ നല്ലതാണ്, അഹ്സൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നന്മ കൊണ്ടല്ല പ്രതിരോധിക്കേണ്ടത്, ഏറ്റവും നല്ല നന്മ കൊണ്ട്, ഏറ്റവും കിടയറ്റ നന്മ കൊണ്ട് അവനെ പ്രതിരോധിക്കണം. ഇങ്ങോട്ട് ആക്ഷേപിക്കുന്നവൻ അവൻ ശത്രുവാണ്. ആ ശത്രുവിനോട് പോലും മാന്യമായി, ഏറ്റവും മാന്യമായി പെരുമാറാൻ കഴിയുന്നത്, പ്രതികരിക്കാൻ കഴിയുന്നത് ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ ആത്മബലം കൊണ്ടാണ്. പ്രിയമുള്ളവരെ, ആ തലത്തിലേക്ക് ഉയരാൻ നമ്മളെ കൊണ്ട് കഴിയണം. നാം അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ രാജ്യത്ത് നമ്മൾ നന്മയുടെ പതാകയായി മാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. മറ്റുള്ളവർ നമ്മളെ നോക്കേണ്ടത് നാം ചെയ്യുന്ന നന്മകൾ കൊണ്ടാവണം.
നമ്മൾ ചെയ്യുന്ന തിന്മകൾ അത് മറ്റുള്ളവർക്ക് ദോഷകരമാകുന്ന രൂപത്തിൽ തിന്മകൾ ചെയ്യാൻ ഒരു വിശ്വാസിക്കും അനുവാദമില്ല എന്ന ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇങ്ങോട്ട് എന്തു ചെയ്താലും തിരിച്ചവരോട് നന്മ മാത്രമേ പ്രതികരിക്കൂ എന്ന കൃത്യമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. സത്യനിഷേധികളായ ആളുകൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകൾ, ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന ശത്രുക്കളായ ആളുകൾ, അവരൊക്കെ ഇങ്ങോട്ട് വന്ന് മോശമായി പെരുമാറിയാൽ പോലും ഒരു സത്യവിശ്വാസി എന്തു ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. ഇങ്ങോട്ട് ജാഹിലുകളായ പടുവിഡ്ഢികളായ ഇസ്ലാം എന്താണ്, അല്ലാഹു ആരാണ്, റസൂൽ ആരാണ്, ഖുർആൻ എന്താണ് എന്നറിയാത്ത പടുവിഡ്ഢിയായ മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് തർക്കിക്കാൻ വന്നാൽ ഖാലൂ സലാമാ, സത്യവിശ്വാസികളായ മനുഷ്യർ അവരോട് സമാധാനത്തിന്റെ വാക്കു പറയും. അവരിങ്ങോട്ട് പ്രകോപനമുണ്ടാക്കാൻ വന്നാൽ, അവരിങ്ങോട്ട് കുത്തി നോവിക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കുന്നത് സമാധാനത്തിന്റെ വാക്കുകൾ കൊണ്ടാവണം. അവനോട് സംസാരിക്കാൻ നിൽക്കുന്നില്ല. അവൻ അവിവേകിയാണ്, അവൻ മൂഢനാണ്, അവന് അറിവില്ലാത്തവനാണ്. അവനെ ഒഴിവാക്കി വിടലാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. അങ്ങനെ നിർവഹിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നത്. നമ്മുടെ ജീവിതത്തിലാണ് ഇത് പകർത്തേണ്ടത്. ഇങ്ങോട്ട് തിന്മകൾ ചെയ്യുന്നവനോട് അങ്ങോട്ട് അതേ രൂപത്തിൽ പറയാൻ നിൽക്കരുത്. ടെലിവിഷൻ ഓൺ ചെയ്താൽ, നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കടന്നാൽ ചില മുഖങ്ങൾ നമ്മൾ കാണുന്നു. ആ മുഖത്ത് വർഗീയതയുടെ, തിന്മയുടെ അടയാളങ്ങൾ കൃത്യമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നു. അവർ പറയുന്ന വാക്കുകൾ, അവരുടെ ഒരു ചിരി പോലും, അവരുടെ ഒരു പദപ്രയോഗം പോലും നമ്മളെ വേദനിപ്പിക്കുന്നതും നമ്മളെ മോശക്കാരാക്കുന്നതുമാണ്. പക്ഷേ നമ്മുടെ പ്രതികരണം തിരിച്ചങ്ങനെയാകരുത്. ഈ വർഗീയതയുടെ വർത്തമാനങ്ങൾ മാത്രം കേട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്ന നമ്മുടെ അയൽവാസികൾ ഉണ്ടാകാം, നമ്മുടെ സഹോദരങ്ങൾ ഉണ്ടാകാം, നമ്മുടെ സഹപ്രവർത്തകരുണ്ടാകാം. ഒരുപക്ഷെ ഈ പറയുന്ന വിഷത്തിന്റെ വാക്കുകൾ അവർ നമ്മുടെ മുന്നിൽ വന്ന് പറയാൻ സാധ്യതയുണ്ട്. അവരോട് നമ്മൾ കയർക്കുകയല്ല വേണ്ടത്, തട്ടിക്കയറുകയല്ല വേണ്ടത്, അവരാക്ഷേപിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ അല്ല വേണ്ടത്. പിന്നെയോ മാന്യമായി പെരുമാറാൻ കഴിയണം. എന്റെ മതം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് എന്ന് അവരോട് പറയാൻ കഴിയണം. എന്റെ മതം അത്തരമൊരു വർഗീയതയോ അത്തരമൊരു ചിന്താഗതിയോ അവരാക്ഷേപിക്കുന്ന പോലെയുള്ള ഒരു വികലമായ സ്വഭാവ ദൂഷ്യങ്ങളോ എന്റെ മതം പഠിപ്പിക്കുന്നില്ല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. ആ നന്മയാണ് അവരെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. അള്ളാഹു പറയുന്നു, നിങ്ങൾ അങ്ങനെ തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ നേരിട്ടാൽ ഉണ്ടാകുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ കാര്യം, ഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. ഒന്നാം നമ്പർ ശത്രുവായി മുസ്ലിമിനെ കാണുന്ന ഒരു വർഗീയവാദിയായ ഒരു സംഘ് പരിവാരമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇസ്ലാം വിരോധിയായ ഇസ്ലാമോഫോബിക്കായ ഒരു മനുഷ്യൻ, അവൻ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ മാന്യമായി പെരുമാറുന്നുവെങ്കിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾക്കിടയിൽ വലിയ ശത്രുത ഉണ്ടാക്കാൻ കാരണമാകുന്ന ആ പ്രവർത്തനത്തിനോട് മാന്യമായി പ്രതികരിച്ചാൽ കഅന്നഹു വലിയുൻ ഹമീം, അവൻ നിന്റെ ഏറ്റവും അടുത്ത സ്നേഹനിധിയായ ഒരു ബന്ധുവിനെ പോലെ അടുത്തവനായി മാറുന്ന ഒരു കാലമുണ്ടാകുമെന്നാണ്. പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിലെ പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളുമാണ് ഇസ്ലാമിനെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന ഒന്നാമത്തെ ഒരു ചുമരം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി സൽ സ്വഭാവത്തിന്റെ ഉടമകളായി മാറുക. ഒരു തിന്മ ഞാൻ ചെയ്താൽ അത് ഇസ്ലാമിനെയാണ് കുറ്റപ്പെടുത്താൻ കാരണമാവുക എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ മറുപടികൾ, നമ്മുടെ വ്യാഖ്യാനങ്ങൾ, നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ ഓരോ ഇടപെടലുകളും അത് നന്മ മാത്രമാക്കാൻ നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ അതിന് സാധ്യമാകും. അത് സാധ്യമായാൽ പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ നന്മയാണ്. ആ നന്മയുടെ ഉടയവരായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസി തഖുല്ലാഹ ഹഖ തുഖാതി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വന്നത്, ഒരു പൊതുസമൂഹത്തിൽ ഒരു വിശ്വാസിക്ക് അനുഭവിക്കേണ്ടി വരുന്ന
മാനസികവും അല്ലാത്തതുമായ ഒരുപാട് തിന്മകളും ദുരനുഭവങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് കുടുംബത്തിനകത്തുണ്ടാകും, വീടിനകത്തുണ്ടാകും, അയൽപക്കവുമായി ബന്ധപ്പെടുന്നിടത്തുണ്ടാകും, ഒരു സമൂഹത്തിലുണ്ടാകും, ഒരു സംഘടനയിലുണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇങ്ങോട്ട് മോശമായി പെരുമാറുന്ന മനുഷ്യരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നത് വൈകാരികമായ ഒരു സമീപനമാണ്. പക്ഷെ ഇസ്ലാമികമായി അത് തെറ്റാണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത്. അത് കൂടുതൽ ശത്രുത ഉണ്ടാക്കാനും കൂടുതൽ അകൽച്ച ഉണ്ടാക്കാനും കലാപങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കാനും മാത്രമാണ് ആ തെറ്റായ രൂപത്തിലുള്ള പ്രതികരണം കൊണ്ട് കാരണമാവുക. നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു ഭാര്യയും ഭർത്താവും, അതല്ലെങ്കിൽ മക്കളോ സഹോദരങ്ങളോ ഒക്കെ ഒരു വീടിനകത്ത് കഴിയുന്ന ആളുകൾ, അവരിൽ ഒരാൾ മോശമായി പെരുമാറിയാൽ അതേപോലെ അത് അനുഭവിച്ച ആളും തിരിച്ച് മോശമായി പെരുമാറിയാൽ ആ ബന്ധം അവിടെ തകരും. ആ കുടുംബത്തിന്റെ ഊഷ്മളമായ ജീവിത സാഹചര്യങ്ങൾ ചോർന്നു പോകും, സമാധാനമില്ലാതാകും, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരെ തേടി വരും. അതേസമയം ഇങ്ങോട്ട് മോശമായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന, മോശമായി പെരുമാറുന്ന ഒരു ഭാര്യയോട് ഒരു ഭർത്താവോ, ഭർത്താവിനോട് ഭാര്യയോ, അതല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിലോ, മക്കളോ മാതാപിതാക്കളോ ഒക്കെ തമ്മിലോ ഇങ്ങോട്ട് മോശമായി പെരുമാറിയാലും തിരിച്ചു മോശമായി പെരുമാറാതെ, ഒരു വേള മറുപടി പറയാതെ, പ്രതികരിക്കാതെ, ആത്മസംയമനത്തോടെ ക്ഷമയോടുകൂടെ നമ്മൾ നിന്നാൽ പിന്നീട് ഈ തിന്മ ചെയ്ത ആൾക്ക് പോലും അത് വേണ്ടിയിരുന്നില്ല എന്ന തോന്നലുണ്ടാകും, ഒരു കുറ്റബോധമുണ്ടാകും, ഒരു പശ്ചാത്താപമുണ്ടാകും. അത് വലിയ ഒരു സ്നേഹത്തിലേക്ക്, വലിയ ഒരു ബന്ധത്തിലേക്ക്, അടുപ്പത്തിലേക്ക്, രണ്ടാമത് അതിനെ വിളക്കിച്ചേർക്കാൻ കഴിയുന്ന രൂപത്തിൽ ആഴത്തിലുള്ള ഒരു പ്രകടനമായി അത് മാറും. നമ്മുടെ ഒക്കെ അനുഭവമാണിത്. ഇതൊരു കുടുംബത്തിനകത്ത് മാത്രം വേണ്ടതല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങിയാലും ഇങ്ങനെ പെരുമാറാൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങാടിയിൽ വെച്ച്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ കൂടുന്നിടത്ത്, അതല്ലെങ്കിൽ ഒരു സംഗമത്തിൽ വെച്ച് ഒരാൾ മോശമായി പെരുമാറിയാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ മോശക്കാരനാണ്, മോശക്കാരിയാണ് എന്ന് തോന്നേണ്ടതില്ല. മറിച്ച് അവിടെ ആത്മസംയമനത്തോടെ പെരുമാറിയാൽ നമ്മളോട് മോശമായി പെരുമാറിയ ആള് പോലും പിന്നീട് ഒറ്റക്കിരുന്നവർ ആലോചിക്കും, അത് മോശമായി പോയി, ഞാൻ അവനോട് അവളോട് അങ്ങനെ പറയരുതായിരുന്നു എന്ന പശ്ചാത്താപം ഉണ്ടാകും. അത് പരസ്പരമുള്ള സ്നേഹത്തിന് അത് കാരണമാകും. അള്ളാഹു പറയുന്നു, ശത്രുക്കളോട് പോലും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം, അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവർക്ക് വിശാലമായ ഒരു സാഹചര്യം അവർക്ക് നൽകണം. എന്നിട്ട് ചോദിക്കണം, അല്ലാഹു അലാ തുഹിബ്ബൂന അയ്യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലേ? നമ്മൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങൾ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമുക്ക് സംഭവിച്ചു പോകുന്ന പോരായ്മകൾ അതാരാ പുറത്തു തരേണ്ടത്? അല്ലാഹുവാണ് പുറത്തു തരേണ്ടത്. അല്ലാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടും. അല്ലാഹു നമുക്ക് പുറത്തു തരണമെങ്കിൽ ഈ ജീവിതത്തിൽ നമ്മോട് മോശമായി പെരുമാറുന്ന, നമ്മളോട് നന്ദികേട് കാണിക്കുന്ന, നമ്മളോട് അവിവേകം കാണിക്കുന്ന മനുഷ്യരോട്, സഹജീവികളോട് നമ്മൾ പുറത്തു കൊടുത്തെങ്കിലേ അള്ളാഹു നമുക്ക് പുറത്തു തരികയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് വലിയൊരു വിഷയമാണ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്റെയും നിങ്ങളുടെയും വ്യക്തി ജീവിതത്തെ പരുവപ്പെടുത്തിയെടുക്കേണ്ട, നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയെടുക്കേണ്ട അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് ഞാൻ നന്മ മാത്രമേ ചെയ്യൂ എന്നത്. ഏതു സാഹചര്യത്തിലും നന്മ മാത്രമേ പ്രവർത്തിക്കൂ, നന്മ മാത്രമേ പറയൂ, നന്മ മാത്രമേ ചിന്തിക്കൂ എന്ന രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് വലിയൊരു നന്മയാണ്. അള്ളാഹു ആ സൗഭാഗ്യമുള്ള ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.